ഹായ് ചങ്കുകളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ? അപ്പൊ നമ്മള് ഇപ്പോഴും ചെമ്മീന്റെ ഐറ്റംസ് ആയിട്ട് വന്നേക്കണം അല്ലെ. ചെമ്മീന്റെ വില കൂടുന്ന വരെ ചെമ്മീൻ ഫ്രൈ, ചെമ്മീൻ കറി, ചെമ്മീൻ തേങ്ങ അരച്ചത്, അങ്ങനെ പല ഐറ്റംസ് ആയിട്ട് വരും. ഇപ്പൊ ചെമ്മീൻ ഭയങ്കര ചീപ്പായി. അപ്പൊ നമ്മളിന്ന് വേറെ ഐറ്റംസ് ആയിട്ട് വന്നതാണ്. ചെമ്മീനും കടച്ചക്കയും വറുത്തരച്ച് വെച്ചത്. ഇപ്പൊ എല്ലാവരും പറയും ഇതിപ്പോ ഇപ്പൊ എല്ലാവരും വെക്കില്ലേ, എല്ലാവരും വെക്കും. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇപ്പൊ ഞങ്ങളെ ഇവിടെ വെക്കണ പോലെയല്ല അപ്പുറത്തെ വീട്ടിൽ വെക്കണത്. അതിനപ്പുറത്തെ വീട്ടിൽ വെക്കുന്ന വേറെ ടൈപ്പ്, അങ്ങനെ പല സ്ഥലത്തും പല ടൈപ്പ് വെക്കാം. അപ്പൊ ഞങ്ങള് വെക്കുന്ന ഇവിടെ വെക്കുന്ന ടൈപ്പ് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നു. അപ്പൊ നിങ്ങള് വീഡിയോ ഫുള്ളായിട്ട് കാണണം. ആദ്യമായിട്ട് കാണുന്ന ചാനലുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ കമന്റ് എന്തായാലും നിങ്ങൾ കമന്റ് എന്തായാലും പറയാം, എന്താണെങ്കിലും അല്ലെ നല്ലതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ചെറിയ കഷ്ണമാക്കണം, ചെമ്മീൻ നന്നാക്കണം, തേങ്ങ തരണം, വറക്കണം, അറിയണം, കുറച്ച് പണിയുണ്ട്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മഴ ഇനി ഒരേ ഏരിയ തിരിച്ചിട്ട് മഴ പെയ്യണം. നമ്മളിവിടെ മഴ പെയ്യും, ചിലപ്പോ അപ്പുറത്ത് പോയ മഴ ഉണ്ടാവില്ല. ഈ കടച്ചക്കനെ എല്ലായിടത്തും പറയാ കടച്ചക്ക എന്ന് പറയാ, ചില ചീമച്ചക്ക എന്ന് പറയുന്നുണ്ട്. ചെമ്മീന്റെ കത്തിരി അറിയുന്നുണ്ട്. ഇനി മീന് വില കൂടും. അല്ല മീൻ വില ചെമ്മീന് വില കൂടും. ചെമ്മീന് വില കൂടും. മറ്റു ചാളക്കും അതിനൊക്കെ വില കുറയും. ഇവിടെ നിങ്ങൾ പോയാല് കൊടുങ്ങല്ലൂര് കഴിഞ്ഞാൽ കടച്ചക്കട കേന്ദ്രമാണ്. അപ്പൊ ഒരു മൂത്തൂന്നും സൈഡിലൊക്കെ അത് ഇത് ഡബിൾ ഉണ്ടാവും കുറെ കടച്ചക്ക. നമ്മള് കടച്ചക്ക നന്നാക്കി വെച്ചിട്ടുണ്ട്, ചെമ്മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഇനി കടച്ചക്ക ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാം. ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞ് ആദ്യം കടച്ചക്ക മഞ്ഞപ്പൊടി ഇട്ടിട്ട് കടച്ചക്ക വേവിക്കാം അല്ലെ. ഒരു കടച്ചക്ക ഒരു അര വേവാകുമ്പോ ഈ ചെമ്മീൻ ഇട്ടാൽ ചിലപ്പോ കടച്ചക്ക പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകും. കടച്ചക്ക വെന്ത് ഉടഞ്ഞ കറക്റ്റ് ടേസ്റ്റ് അവര് കൂറാന്നിരിക്കും. ആഹാ, അടിപൊളിയായിട്ട് ഇഞ്ചിരി ഉണ്ടല്ലോ. ഈ കട കിട്ടാനില്ല, അത്താണി പോകുമ്പോ കിട്ടാനില്ല, മേടിക്കണം. ഇപ്പൊ സവാള തക്കാളി നമുക്ക് നമ്മുടെ ശൈലിയിൽ ഉണ്ടാക്കിയാലേ. കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കടച്ചക്ക എന്നിട്ട് ആദ്യം വേവിക്കും. ലാശം വെള്ളം വെക്കണ്ടേ? ലാശല്ല, വെള്ളം വെക്കാം. ചെമ്മീന് വേവാനുള്ളതും കടച്ചക്ക വേവാനുള്ളതും കുറച്ചധികം വെച്ചോ.
നമുക്ക് നാളികേരം ചേർക്കണ്ടേ? നാളികേരം പൊതിക്കണം. നാളികേരം പൊതിക്കണ്ടല്ലോ. നാളികേരം അപ്പൊ ഇനി മൂടിയിട്ടിട്ടേ അപ്പോൾ ഒരു മുറി നാളികേരം, ഒരു 5-6 ഉള്ളി, വേപ്പില ഇട്ടിട്ട് അത് വറക്കല. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. ചെമ്മീനും കടച്ചക്കി പകുതി ആയിട്ടുണ്ട് കേട്ടാ. ഇതൊന്നാകുമ്പോഴേ നമുക്ക് തേങ്ങ അരച്ച് തേങ്ങ വറക്കാതെ. തേങ്ങ അല്ല നാളികേരം. നാളികേരം തേങ്ങ അങ്ങനെയും പറയും. എങ്ങനെ വേണമെങ്കിലും പറയാം. തേങ്ങ എന്ന് പറയുന്ന നാളികേരം എന്ന് പറയും. ദേഷ്യം തേങ്ങ കൊലാന്ന് പറയും അല്ലേ? ചെഞ്ചടി ചൂടായിട്ട് നാളികേരിട്ട് നാളി നന്നായിട്ട് വറുത്തോട്ടെ കേട്ടോ. നമ്മൾ തീയലിന് വെക്കണ പോലെ വറവാണ്. അന്ന് വെച്ച പോലെ അല്ലേ? അതന്നെ. നല്ലോണം കറുത്തിട്ട് ഇതിലിഞ്ഞി വേപ്പല ഉള്ളി ചെമ്മീനും കഴിയും. ഓഫാക്കിട്ടാ ഓഫാക്കിട്ടെ കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം. ഒരു 5-6 ഉള്ളി ഇട്ട് കൊടുക്കാം. വേറെ ഒന്നും കൂടി ആയിട്ടോ പറയാം. ഇത് ചെമ്മീനിലായിരുന്ന കൊഴുവേ? കൊഴുവല്ല, അറിഞ്ഞില്ലേ, നന്ദൻ എന്നൊക്കെ പേരില്ലേന്നാ. പൂച്ചക്കൊല്ലി എന്ന് പറയും. ഇതിപ്പോ നീ തിളപ്പിക്കാൻ നിനക്ക് ഇതിപ്പോ തിളപ്പിച്ച കിട്ടോ? അതീ കൂടെ വറുത്താ മതിയാ. സ്പെഷ്യൽ കറി വേണം. തിളപ്പിച്ചൊന്നുമില്ല, പൂതിയല്ലേ? അല്ല, തിളപ്പത്തി തന്നെ കിട്ടുന്നില്ല. കുറച്ച് വേപ്പല ഉള്ളി കുറച്ച് കുറവാട്ടോ. കടച്ചക്ക ചെമ്മീൻ കറി നമ്മളെ മധുരത്ത് പണ്ടും തക്കാളി ഒക്കെ ഇട്ട് കറി വയ്ക്കല് കുറച്ച് കുറവാണ്. അപ്പൊ മീനാണെങ്കിൽ മുളകിട്ട് ചാറ് വയ്ക്കാം, തിളപ്പിക്കാം. ഞങ്ങൾ ഓഹോ, അത് ഈ ചെമ്മീനിലെ പൊടിച്ചെമ്മീൻ കിട്ടുന്ന തിളപ്പിക്കാൻ അതല്ലത്. കാലത്തൊരു പെണ്ണാണ് കടഞ്ഞെടുത്തൊരു നെയ്യാണ്, ചട്ടിക്കിടക്കണ് വറവാണ്, ചട്ടിക്കിടന്ന് വറവാണ്, കറി കറുത്ത് പോകരുത്. അപ്പൊ നമുക്ക് തീ ഓഫാക്കാം. ഈ പൊടിയിടല്ലേ? 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അത്ര പോരാ? 1 ടീസ്പൂൺ മുളക് പൊടി. കുരുമുളക് പൊടി വേണോ? വേണ്ട, നമ്മൾ കുരുമുളകിന് വേറെ പൊടി. ഇപ്പൊ കുരുമുളക് പൊടി നമുക്ക് വേണ്ട. നമുക്ക് സാധാരണ പണ്ടത്തെ പോലെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, നാളികേരം വറുത്തരച്ചിട്ടുള്ള കറി നമ്മൾ വീട്ടിൽ വെക്കണം. കുറച്ച് അതിന് ചൂടാറിയിട്ട് ഇറക്കാതെ. അപ്പോൾ നമ്മുടെ വറവൊക്കെ റെഡി ആയിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, നാളികേരം മാത്രമേ ഇപ്പോൾ ഇതിനകത്തുള്ളൂ. 3 ചെറുള്ളിയും വേപ്പലയും. ഇത് നമുക്ക് ചൂടാറിയിട്ട് ചൂടാറിയിട്ട് അരച്ചെടുക്കാം. അരച്ചല്ല, ചൂടാറിയിട്ട് അരച്ചെടുക്കാം.
ചൂടാറിയില്ലേ? ചൂടാറി ചൂടാറി. അപ്പൊ ഇനി കുറച്ചെടുത്തോ. തേങ്ങ അരച്ചത് എനിക്ക് കൂട്ടാം. നാളികേരം വറുത്തരച്ചാണത്. നമ്മുടെ കടച്ചക്ക ചെമ്മീൻ നാളികേരം വറുത്തരച്ചത് ലേശം വെള്ളമുണ്ട്. നമ്മൾ മിക്സി കഴുകിയിട്ടുള്ളതാ. ലേശം ഉപ്പ് ഇടിയുള്ളൂ. ഒക്കെ നീ മൂടിക്കാം. ചെമ്മീൻ കടച്ചക്ക കറി സൂപ്പർ. ഇത് താഴ്ച ഒഴിക്കണം അല്ലത്? നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പണ്ടൊക്കെ അമ്മച്ചി ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചാലേ നല്ലോണം പുകെടുക്കാൻ പറയും. അപ്പൊ അതുകൊണ്ട് ഇട്ടാണ്ടല്ലോ പെട്ടെന്ന് പടപടയുന്നു. നമുക്ക് ധൃതിയല്ലേ എല്ലാറ്റിനും, നേരല്ല ഒന്നിനും. ഇപ്പൊ ചീഞ്ചിട്ട് വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കത്തിക്കുക. വെളിച്ചെണ്ണ ചൂടായി കടുകിട്ട് ഉള്ളിട്ട് കുറച്ച് ഉള്ളിട്ട് നോക്കട്ടെ. കുറച്ച് വേപ്പില ഇടാം. വേപ്പില ഇട്ട് അപ്പോൾ നമ്മുടെ കടച്ചക്ക ചെമ്മീൻ കറി വറുത്തരച്ചത് അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കടച്ചക്ക വറുത്തരച്ചത് നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി സാധനമാണ്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റൈലിൽ ഞങ്ങൾ ഉണ്ടാക്കി. ഇതുപോലെ ഉണ്ടാക്കി നോക്ക്. ഞങ്ങൾ തക്കാളി സവാള ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെ വീട്ടില് പണ്ട് കാരണന്മാര് വെച്ച പോലത്തെ ഒരു കറി. നീയിപ്പോ ചാറ് കുടിച്ച് കുടിച്ച് തീർക്കോ ടേസ്റ്റ് നോക്കിട്ട്? എങ്ങനെയുണ്ട്? നമ്മളിങ്ങനെ മീൻകറി അങ്ങനെ വറുത്തരച്ചിട്ടില്ലല്ലോ. സൂപ്പറായിട്ട് ഇതുപോലെ വെച്ച് നോക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മള് എത്ര പെട്ടെന്ന് വീണ്ടും വരും. ഇപ്പൊ നമുക്ക് വീണ്ടും കാണാം അല്ലേ? പിന്നെ പെട്ടെന്ന് വരില്ലേ? പെട്ടെന്ന് വരും. അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.